25% സീറ്റുകള് സ്ത്രീകൾക്ക് സംവരണം, 10% മറ്റേ 60 വയസ്സിൽ കൂടുതൽ സീനിയർ സിറ്റിസൺ സംവരണം, പിന്നെ വികലാംഗർക്ക് സംവരണം, കാഴ്ചപരിമിതർക്ക് സംവരണം, അമ്മയ്ക്കും കുട്ടിക്കും സംവരണം, ബസ്സിന് സംവരണ സീറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണ യാത്രക്കാരൻ കയറി അപ്പൊ അവൻ ഒഴിവാക്കാണ്, അവൻ നമ്മുടെ ബസ് ഒഴിവാക്കാണ്, അവൻ വേറെ അടുത്ത ബസ് വരെ കാത്തുകയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംവരണമൊക്കെ ഒരു ആവശ്യത്തിനാവണം. അനാവശ്യമായിട്ട് സംവരണം കൊടുക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അമ്മയും കുട്ടി ഇത് പ്രൈവറ്റ് ബസ്സിലെ മാത്രമേ ചോദ്യമുള്ളൂ. അവിടെ ഒന്നും ചോദ്യമില്ല, ആരും ചോദിക്കില്ല, മിണ്ടില്ല, കണ്ടക്ടറെ പേടിയാ. എനിക്ക് തോന്നുന്നറിയോ, അതായത് പുതിയ സ്ത്രീകള് ഇനിയിപ്പോ ഈ സൗജന്യം വരുന്ന സാഹചര്യത്തില് ഈ KSRTC വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്യണമെങ്കിൽ വണ്ടി കുറച്ചുകൂടെ വൃത്തിയാക്കിയിടണം. കൂടാതെ എനിക്ക് തോന്നുന്നു ഇനി അത് വേണം. KSRTCയിലെ പെണ്ണുങ്ങൾ കയറുമ്പോഴേ ആണുങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടി കയറിക്കോളൂ, ലാഭത്തിലോടും. കാരണം ഭാര്യ കയറുമ്പോ ഭർത്താവ് വേറെ വണ്ടി കയറില്ല സാർ. എല്ലാവരും കാശ് കൊടുത്തു എവിടെയാണെങ്കിലും കാശ് കൊടുക്കണം, മറ്റടുത്ത് നിന്ന് പോകണം, ഇവിടെ ഇരുന്ന് പോവാം. ഭർത്താവും കൂടി വരുമ്പോ ഭാര്യ KSRTCയിലോട്ട് ഭർത്താവ് പ്രൈവറ്റിൽ കയറില്ല, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഭാര്യ ഭർത്താവ് കൂടി ഒരുമിച്ചല്ലേ പോളൂ, ഒരാളുടെ ചാർജ് കൊടുത്താൽ മതി രണ്ടാൾ പോകാൻ. അപ്പൊ അതോടുകൂടി ഞങ്ങളുടെ പണി